ഹായ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എന്നത്തെയും പോലെ ഇന്നും ഞാൻ ഓൾമോസ്റ്റ് ഒരു 70-80ഓളം വേക്കൻസീസ്, അതായത് 5 കമ്പനീസിൻ്റെ 10-70-80ഓളം വേക്കൻസീസ് ആയിട്ട് ഞാൻ ഇന്നും വന്നേക്കുന്നത്. അതായത് ദുബായ് ബേസ്ഡ് കമ്പനീസ്, ദുബായ് ഗവൺമെൻറ് കമ്പനീസ്, അബുദാബി, സൗദി, ഖത്തർ, അങ്ങനത്തെ വ്യത്യസ്തമായ ഗൾഫ് കൺട്രീസിൻ്റെ ഒരു 5ഓളം കമ്പനീസിൻ്റെ ഒരു 70-80ഓളം വേക്കൻസികളാണ് ഞാൻ എന്നും വരാറും നിങ്ങളിലേക്ക് എന്നും എത്തിക്കാറ്. അതുപോലെ ഇന്നും ഞാൻ വന്നേക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ ഡീറ്റെയിലേക്ക് പോകാം. അബുദാബി യൂണിവേഴ്സിറ്റിയിൽ ഓൾമോസ്റ്റ് ഒരു 15-20ഓളം വേക്കൻസീസ് വന്നിട്ടുണ്ട് അബുദാബി യൂണിവേഴ്സിറ്റിയിലേക്ക്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് പറയാം. GPMC കോർഡിനേറ്റർ, ഇൻ്റർനാഷണലൈസേഷൻ പ്രൊജക്ട് അഡ്മിനിസ്ട്രേറ്റർ, അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ ഫോർ ദി കോളേജ് ആൻഡ് ഹെൽത്ത് സയൻസ്, പിന്നെ ഗ്ലോബൽ എൻഗേജ്മെൻറ്റ് ആൻഡ് ഇവൻറ്റ് കോർഡിനേറ്റർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്, പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രിക്കൽ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിലേക്കൊക്കെ അസിസ്റ്റൻറ്റ് പ്രൊഫസറുടെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. പിന്നെ ടീച്ചിങ് അസിസ്റ്റൻറ്റ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, അക്കാദമിക് അഡ്വൈസർ, എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ്, പിന്നെ അസോസിയേറ്റ് അല്ലെങ്കിൽ ഫുൾ പ്രൊഫസർ ഇൻ മാസ്റ്റർ ആൻഡ് PhD പ്രോഗ്രാം ഇൻ എഞ്ചിനീയറിംഗ് മാനേജ്മെൻറ്റ്, പിന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഹ്യൂമൻ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റ്, പിന്നെ വരുന്നതാണ് ഓപ്പൺ പൊസിഷൻ ഫോർ അസിസ്റ്റൻറ്റ് ഓർ അസോസിയേറ്റ് പ്രൊഫസർ ഇൻ പബ്ലിക് ഇൻറ്റേർണൽ ലോസ്. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 15-20ഓളം വേക്കൻസീസ് ആയിട്ടാണ് നമ്മുടെ അബുദാബി യൂണിവേഴ്സിറ്റിയിലേക്ക് വേക്കൻസി അവർ ഇത് അയച്ചേക്കുന്നത്. അപ്പം മെയിൽ അയക്കേണ്ടത് recruitment@adu.ac.ae എന്ന് പറയുന്ന അവരുടെ മെയിൽ ഐ ഡിയിലേക്ക്, അബുദാബി യൂണിവേഴ്സിറ്റിയുടെ മെയിൽ ഐ ഡിയിലേക്ക് തന്നെയാണ് മെയിൽ അയക്കേണ്ടത്. പിന്നെ വരുന്നതാണ് യൂണിടെക് ജനറൽ കൺസ്ട്രക്ടിങ് LLCയിലേക്ക് ഒരു MEP എഞ്ചിനീയറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. എന്നോട് കുറേ പേര് ചോദിച്ചതാണ് ഈ MEP എഞ്ചിനീയറിൻ്റെ വേക്കൻസി അവൈലബിൾ ആണോ എന്ന് പറഞ്ഞ് കുറേ പേരാണ് കമൻറ്റ് ചോദിച്ചിട്ടുണ്ട്. അപ്പം MEP എഞ്ചിനീയറിംഗിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. HR@ മെയിൽ അയക്കേണ്ടത് HR@unitech.uae.com എന്ന് പറഞ്ഞ മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാം. പിന്നെ നിങ്ങൾ ഏത് ജോബാണോ നോക്കുന്നത് അതിലേക്ക് നിങ്ങൾ ഏത് വേക്കൻസി ആണോ നോക്കുന്നത് അതിലേക്ക് ഞാൻ അത് പറഞ്ഞാൽ ഞാൻ അതിലേക്കുള്ള വേക്കൻസീസ് ഞാൻ. പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ക്ലെമൻസി മെഡിക്കൽ സെൻറ്ററിലേക്ക് ഓൾമോസ്റ്റ് ഒരു 10ഓളം വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽസ് പറയാം. എന്നോട് കുറേ പേര് ചോദിച്ചതാണ് നേഴ്സസ്, മിഡ് വൈഫ് വേക്കൻസീസ്, അതൊക്കെ വന്നിട്ടുണ്ട് ഈ ഇപ്പോൾ പറയുന്ന ഈ മെഡിക്കൽ സെൻറ്ററിലേക്ക്. ഞാൻ ഡീറ്റെയിൽസ് പറയാം. മിഡ് വൈഫിൻ്റെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. 4-5ഓളം വേക്കൻസീസ് മിഡ് വൈഫായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ RN എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ RN മെഡിക്കൽ ആൻഡ് സർജിക്കൽ വാർഡിലേക്ക്, രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ഓപ്പറേറ്റിംഗ് റൂമിലേക്ക് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ വേക്കൻസീസ്, പിന്നെ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, പിന്നെ പീഡിയാട്രിക് വാർഡിലേക്ക്, അങ്ങനെ ഓൾമോസ്റ്റ് രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ ഓൾമോസ്റ്റ് ഒരു 10-15ഓളം വേക്കൻസീസ് ഈ പറയുന്ന മെഡിക്കൽ സെൻറ്റർ അവരുടെ വേക്കൻസി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ഒന്നുകൂടി പറയാം. മിഡ് വൈഫ്, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, സർജിക്കൽ വാർഡ്, പിന്നെ ഓപ്പറേറ്റിംഗ് റൂം, ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പീഡിയാട്രിക് വാർഡ്, അങ്ങനത്തെ ഓൾമോസ്റ്റ് ഒരു 10-15ഓളം വേക്കൻസീസാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ മെയിൽ അയക്കേണ്ടത് future@cmcdubai.ae എന്ന് പറയുന്ന അവരുടെ മെയിലിലേക്കാണ് നിങ്ങൾ മെയിൽ അയക്കേണ്ടത്. പിന്നെ പിന്നെ വരുന്ന വേക്കൻസിയാണ് WRC എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് ഒരു കാഷ്യറിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. WRC എന്ന് പറയുന്ന കമ്പനിയിലേക്ക്. അപ്പോൾ മെയിൽ അയക്കേണ്ടത് HR@WRC.SA എന്ന് പറയുന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. പിന്നെ വരുന്നതാണ് ഹസൻ അബ്ദുൾ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് നമ്മുടെ പർച്ചേസ് ഓഫീസർ അല്ലെങ്കിൽ പ്രൊക്യൂർമെൻറ്റ് ഓഫീസറിൻ്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പം മെയിൽ അയക്കേണ്ടത് job@hasanabdul.com എന്ന് പറയുന്ന മെയിലിലേക്ക് മെയിൽ അയക്കാവുന്നതാണ്. ഇതാണ് ഇപ്പോൾ ഇന്നത്തെ ഓൾമോസ്റ്റ് ഒരു 10-70ഓളം വേക്കൻസീസ് 5ഓളം കമ്പനീസിൻ്റെ. അപ്പം മെയിൽ അയക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ എല്ലാ വീഡിയോസും പറയുന്ന പോലെ മെയിൽ അയക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോഴും പലരും വിട്ടുപോകുന്ന ചില കാര്യങ്ങളാണ്. സബ്ജക്റ്റ് മെയിൽ അയക്കുമ്പോൾ സബ്ജക്റ്റ് ഇല്ല. ഐ എം അപ്ലൈങ് CV ടു ദ പൊസിഷൻ ഓഫ് ഒന്നെങ്കിൽ പർച്ചേസ് മാനേജർ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് പൊസിഷൻ അപ്ലൈ ചെയ്യുന്നത് അത് മെൻഷൻ ചെയ്യുക. കാരണം കുറേ പേർക്ക് മിസ്റ്റേക്ക് പറ്റുന്നൊരു ഇതാണ്. പിന്നെ എനിക്ക് കോൾ വന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളിപ്പം കറക്റ്റ് അയക്കുമ്പോൾ മെയിൽ അയക്കുമ്പോൾ കറക്റ്റ് സംഭവം വെച്ചിട്ട് മെയിൽ അയക്കുക. അപ്പോൾ ഇനി പുതിയ വേക്കൻസീസും പുതിയ വീഡിയോസൊക്കെ ആയി വരുന്നോടം വരെ ബൈ സൈനിങ് ഓഫ് ഈഗിൾ എസ്റ്റേറ്റ് ജോബ്സ്.